ഇന്നെവിടെ പോവാ? എവിടെ പോവാ? ഒന്നും അറിയാതാണോ വണ്ടി വന്ന് കയറിയത്? എന്നോട് റെഡിയാവാൻ പറഞ്ഞതേ ഉള്ളൂ. ആണോ? എന്തായാലും റെഡിയായി വണ്ടിയെ കയറിയതല്ലേ, എവിടെയെങ്കിലും പോയിട്ട് വരാം അല്ലേ? എവിടെ പോവാ? സത്യത്തിൽ ഞങ്ങൾക്കുണ്ടല്ലോ കുറച്ച് ബ്ലൗസും കുറച്ച് ചുരിദാർ തുണിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാ. എന്നുവെച്ചാ ഒരു 7 കല്യാണം ഉണ്ട് ഈ ഒരു മാസം കൊണ്ട്. ആ അതെ, ഈ ഒരു മാസം താമസം വിളിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും കൂടി നമുക്ക് കുറച്ച് ഡ്രസ് വാങ്ങിക്കണം. പോയിട്ട് വരാം കേട്ടോ. നമ്മൾ ഇറങ്ങിയിട്ട് ഗേറ്റ് പൂട്ടാനായിട്ട് നേരത്തെ വന്ന് നിൽക്കുക. കുഞ്ഞി പൂട്ടുന്നുണ്ടോ നോക്കി. ചിലപ്പോ അത് പെട്ടെന്ന് അടച്ചു പൂട്ടാതെ പോരും. വീട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യനാ അത്. വൈകിട്ടാണെങ്കിലും കഥകളെല്ലാം അടച്ചു പൂട്ടി എവിടെയെങ്കിലും പോകാൻ നേരം കഥയൊക്കെ അടച്ച് ഗേറ്റ് ഒക്കെ അടച്ചു വരുന്നയാളാ. ഇത് കണ്ടോ, ടൂറിസ്റ്റ് ബസ് പോകുന്നുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ വണ്ടി വരുന്നുണ്ട്. സീസൺ ആറായി കേട്ടോ. സീസൺ തുടങ്ങാറായോ? ഇനിയിപ്പോ ഓണം വെക്കേഷന്റെ സമയത്ത് നല്ല തിരക്കാ. 10 ദിവസമുണ്ട്. 10 ദിവസമുണ്ട്. ഇപ്പം മുമ്പേ ഞാൻ രാമക്കൽമേട് ഇപ്പുറത്തെ കാറ്റാടിപ്പാടത്ത് പോയായിരുന്നേ. അവിടെ ഒരു സ്ഥലം നോക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും നല്ല റിസോർട്ടിന് പറ്റിയ അടിപൊളി സ്ഥലം കിടപ്പുണ്ട്, നല്ല വ്യൂ ഉള്ള, കാറ്റാടിയോട് ചേർന്ന് നല്ല രസമാണ്. അപ്പൊ അവിടെയൊക്കെ നിറയെ ആൾക്കാരായി പോയി, ഇഷ്ടം പോലെ. നമ്മളും ഒരു ചെറിയ പുതിയ ഒരു പ്രൊജക്റ്റോടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതായത് രാമക്കൽമേട്ടിലേക്ക് പാക്കേജ്, അതായത് സ്റ്റേ, ജീപ്പ് സഫാരി, പിന്നെ മുന്തിരിത്തോട്ടത്തിലോട്ടുള്ളത്, തമിഴ്നാട്, അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഇതൊക്കെ വരുന്നത്. ഇപ്പൊ 3 പാക്കേജ് ഉണ്ട്. എല്ലാം കുഞ്ഞിയുടെ സ്വന്തം ഐഡിയയാണ് ഇതെല്ലാം. അപ്പം ഈ ഓണത്തിന് വരാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ പാക്കേജിൽ വരാം രാമക്കൽമേട്ടിലേക്ക്. ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇത് നമ്മുടെ കൂട്ടാറ്റിലെ SNDPയില് ഇന്ന് കർക്കിടക മാസം തീരുന്നതിന്റെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആൾക്കാരാണ്. അതെ അതെ, ഈ ഒരു മാസം പ്രാർത്ഥന ഉണ്ടായിരുന്ന എല്ലാം വീടുകളിൽ കൂടെ. അതെ അതെ. പിന്നെ ഇന്നിപ്പോ തീരുന്ന ദിവസമായതുകൊണ്ട് ഇവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് എല്ലാരും കൂടെ ചേർന്നുള്ള പ്രാർത്ഥനയാ. അതെ, ഇന്ന് തീരും. കർക്കിടകം തീരും. ആള് വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ട്. കർക്കിടക മാസം നാളെ ചിങ്ങം 1 കേട്ടോ. അപ്പൊ ചിങ്ങം 1 കർക്കിടകത്തിന്റെ പ്രാർത്ഥന എല്ലാം തീർത്ത് ചിങ്ങം 1 വരവേൽക്കുമായിരിക്കും അല്ലേ? 3 മണിക്കാന്ന് തോന്നുന്നു ആൾക്കാർ വരുന്നതേ ഉള്ളൂ. കുഞ്ഞേ, നമ്മളെവിടെ ഈ നെടുങ്കണ്ടം ടൗണിൽ കൊണ്ട് തണലെ തിരുത്തിയിട്ട് അവർ രണ്ടുപേരും കൂടെ കുറെ നേരം ആയല്ലോ പോയിട്ട്. വരുമായിരിക്കും. സൺഡേ ആയതുകൊണ്ട് തിരക്ക് കുറവാണ് കേട്ടോ. ഇന്ന് ഫുള്ള് ബംഗാളികളാണ്. മെയിൻ കടകളെല്ലാം അടഞ്ഞു കിടക്കുക. ടാക്സി സ്റ്റാൻഡിലൊന്നും ആളില്ല. ഈ മരം കണ്ടോ, നല്ല തണലുള്ള മരമാണ്. അതിന്റെ ആ നടപ്പാതയിലേക്ക് വന്നിരുന്ന വേരുകളെല്ലാം വെട്ടിക്കളഞ്ഞു കണ്ടോ. അവര് വരാറായോ? അങ്ങനെ നമ്മള് വന്ന് സനിമ ബേക്കറി കയറി നമ്മൾ ഓരോ ചായ ഒക്കെ കുടിക്കാം. അതും കൊണ്ട് വന്നതാണ്. എല്ലാവരും വന്നിരുന്ന് മെനു ഒക്കെ നോക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ചായ മൊത്തം കഴിക്കാം അല്ലേ? അങ്ങനെ നമ്മൾ വന്ന വഴിക്കുന്ന അന്ന് കുറച്ച് മീനൂടെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. ഇങ്ങനെ മീൻ സ്റ്റാളി വന്ന് കയറി കേട്ടോ. ഇഷ്ടം പോലെ മീനുണ്ട്. മീനിൻ്റെ ആൾ ഇതേ വരുന്നുണ്ട്. മീൻ വേണ്ടേ? മീൻ പറഞ്ഞു ചുപ്പാര വാങ്ങിച്ചോ. 1 കിലോ മീൻ അത് മതിയോ? നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് സന്ധ്യയായി. ഇനിയിപ്പം നമുക്ക് നേരെ നമ്മുടെ രാമക്കൽമേട് വഴി അങ്ങ് പോവാം. രാമക്കൽമേടൊക്കെ പോയിട്ട് ഒത്തിരി കാലമായല്ലേ? അതെ അതെ. എന്നാണേലും പോയിട്ടേ കടയിലൊക്കെ നല്ല തിരക്കായി തുടങ്ങി. ഓണത്തിന്റെ തിരക്കേ. ഇനിയിപ്പോ ഉത്രാടം ഒക്കെ ആകുമ്പോഴത്തേക്കിനും നല്ല തിരക്കാ. ഇനി അടുത്ത ഒരാഴ്ച നല്ല ഓണത്തിന്റെ തിരക്ക് നല്ലപോലെ ആകും കടകളിലെല്ലാം. റോഡിലും തിരക്കല്ലേ. തുണിക്കടകളിലെല്ലാം തുണി കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓണത്തിന് വേണ്ടിയിട്ടുള്ള. ബാക്കി എല്ലായിടത്തും അതെ നല്ല. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നീ ഇപ്പൊ പോകുന്ന വഴി രാമക്കൽമേടൊക്കെ കയറി അങ്ങ് പോകാം. ചമ്മച്ചി നാളെ നാട്ടിലോട്ട് പോകുന്നുണ്ടോ? തീരുമാനിച്ചില്ല. ആണോ? ഈ സ്ഥലത്തിന്റെ പേര് കോമ്പമുക്ക് കേട്ടോ. നമ്മള് കാറ്റാടിയുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പം താഴെ കാണുന്ന റോഡും പള്ളിയും എല്ലാം ആയത്. കാറ്റാടിപ്പാടത്ത് നിൽക്കുമ്പോ ഇത് നല്ലപോലെ കാണാം. ഈ റോഡ് അടുത്തുള്ള പള്ളിയാണ്. സന്ധ്യയായപ്പോ നല്ല രസമുണ്ടല്ലേ? പല കളർ ലൈറ്റും എല്ലാം കൂടെ ആയിട്ട്. മഞ്ഞും കയറുന്നുണ്ടെന്ന് തോന്നുന്നു ചെറുതായിട്ട് ഇവിടെ അല്ലേ? ചെറിയ പൊടിച്ചാറ്റൽ മഴയുണ്ട്.
രാമക്കൽമേട് കണ്ടോ? കണ്ടോ? ഇവിടെ കുറച്ച് ശില്പമൊക്കെ മേളിൽ കണ്ടോ? ഇതേണ്ട ആ സൈഡിലെല്ലാം ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ ആക്കി കേട്ടോ. ഇവിടെ എല്ലാം പാർക്കിംഗ് ഉണ്ട്. ഉം. മേളിലേക്ക് ആൾക്കാരെ ഇപ്പൊ കയറ്റി വിടുന്നില്ല ഇല്ല തോന്നുന്നു, അല്ലേ? ഇനിയിപ്പോ ഇല്ല, 6 മണി വരെ ക്ലോസ് ഉള്ളൂ. ചെയ്തെന്ന് തോന്നുന്നു. ഇപ്പം കേറിയവരൊക്കെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. സന്ധ്യയായപ്പോഴേക്കും തിരക്കൊക്കെ കുറഞ്ഞു. കുറഞ്ഞു വന്നവരെല്ലാം ഏതാണ്ട് നല്ല തിരക്കെല്ലാം അങ്ങ് മാറി, എല്ലാം ശാന്തമായല്ലേ. ഇനി അല്ലെങ്കിൽ ഇപ്പൊ നല്ല തണുപ്പായിരിക്കും അല്ലേ ഇറങ്ങി നിന്നാലേ. ഈ റോഡ് അങ്ങോട്ട് നല്ല സെറ്റായിട്ട് മൊത്തം അങ്ങ് പണിത് കേട്ടോ, കമ്പംമെട്ട് വരെ. ആ നമ്മുടെ അതിലെ വരുന്ന വഴിയാ ഇത്. മലനിരകളെല്ലാം മഞ്ഞ് കയറി കിടക്കുന്ന കണ്ടോ. അപ്പൊ നമ്മുടെ രാമക്കൽമേട്ടിലോട്ടുള്ള പാക്കേജൊക്കെ ഇനിയിപ്പം വരുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാരും വരിക. അതെ, ബുക്ക് ചെയ്യാനുള്ളവരൊക്കെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് റൂമൊക്കെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ റൂമൊന്നും സമയത്ത് കിട്ടിയെന്ന് വരികയില്ല. ഒരാഴ്ച മുന്നേ നമ്മളോട് ബുക്ക് ചെയ്ത് പറഞ്ഞാലേ നമുക്ക് റൂം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാം റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. ജീപ്പും റൂമും ജീപ്പും ഫുഡും എല്ലാം വേണമല്ലോ അതിനകത്ത്. അപ്പം നേരത്തെ പറഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ സീസൺ സമയം എന്ന് പറഞ്ഞാൽ 2 ദിവസം അവധി ഉള്ളെങ്കിൽ ആ സമയത്തെല്ലാം നല്ല തിരക്കാകും ഇവിടെ എല്ലാം. ഇനിയിപ്പോ തിരക്കാകും. ഇപ്പൊ ഓണാകുമ്പോഴത്തേക്കിന് ഫുൾ എല്ലാം ഒരിടത്ത് പോലും റൂമുകൾ കിട്ടാനില്ലാതെ പോലെ അതുപോലെ ബുക്കിംഗ് ആവും. നമ്മുടെ ഹോം സ്റ്റേ ഒക്കെ പണി തീരുന്നിടം വരെ. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടംപോലെ അവിടെയൊക്കെ ആവശ്യമുള്ള സ്ഥലമാകും. അപ്പൊ എല്ലാരും വന്ന് ചാറ്റ മഴയുണ്ട്. നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് പോണെങ്കിൽ നമ്മളോടൊന്ന് പറഞ്ഞാൽ മതി, പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കും. ഇപ്പോഴും അവിടെ നാളെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അതെ, രാമക്കൽമേട്ടിന്റെ പാറയുടെ അവിടുന്ന് അവിടുന്ന് ഇപ്പോഴും ഇങ്ങോട്ട് തിരിച്ച് ആളുകൾ ഇറങ്ങി വരുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് ഇപ്പോഴേ. കാറ്റും കൂടെ, ചാറ്റ മഴയും കാറ്റും കൂടെ ആയപ്പോഴത്തേക്കിനും നല്ല തണുപ്പാകാൻ തുടങ്ങി. എന്നാ നമുക്ക് പതുക്കെ പോയാലോ? നമുക്ക് പോയേക്കാം. നമ്മളെ പോയിട്ട് വന്നപ്പോൾ കുറച്ച് മീൻ വാങ്ങിച്ചായിരുന്നല്ലോ. ശുപ്പാര മീനാണ് കിട്ടിയത്. അതിനകത്ത് മുഴുത്തതെല്ലാം കൂടെ നോക്കിയിട്ടേ എടുത്ത് ഞാൻ കറി വെക്കാനായിട്ട്, ചെറുതെല്ലാം കൂടെ വറക്കാനും എടുത്ത് വെച്ചു. നമുക്ക് നല്ലൊരു പണി കിട്ടി. നമ്മുടെ കെറ്റിലടിച്ചു പോയി. കെറ്റിലുണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ പകുതി ഗ്യാസിന്റെ ഉപയോഗം കുറവുണ്ടായിരുന്നു. അങ്ങനെ തന്നെയോ. ഇത് മീൻകറിക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, വേപ്പില, പച്ചമുളക് വഴറ്റിയെടുക്കാം. പൊടിയൊക്കെ നല്ലപോലെ മൂത്ത് വന്ന് നമുക്കിനി ഇതിലോട്ട് ചെറുതായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവേ. നമ്മുടെ ചൂടുവെള്ളമൊക്കെ പാനിൻ്റെ അകത്ത് തിളപ്പിക്കേണ്ടി വന്നു. ഒരു സാധനം പോയി കഴിയുമ്പോൾ അതിൻ്റെ വില മനസ്സിലാകുന്നു അല്ലേ. ഉള്ളപ്പം അതിനായിട്ട് പണിയെടുപ്പിച്ചു. ഞാൻ കുറച്ച് കുടംപുളി തിളപ്പിച്ച് വെച്ചായിരുന്നു ചട്ടിക്കകത്ത്. അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ അരപ്പും കൂടെ ഒഴിച്ച് വെക്കാം. അരപ്പ് നല്ലപോലെ തിളച്ചേ. നമ്മുടെ അരപ്പൊക്കെ തിളച്ച് നമുക്കിനി മീനേയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ ശുപ്പാര മീനെ പെട്ടെന്ന് വേഗം, കട്ടി കുറവായതുകൊണ്ട് വറക്കാനാണ് ടേസ്റ്റ് കൂടുതൽ. അതിനകത്ത് വലുതെല്ലാം കൂടെ പെറുക്കി കറി വെച്ചതാണ്, ബാക്കി വറക്കാൻ വെച്ചു. മീൻകറി വെന്തു നോക്കാവേ. മീൻകറിയൊക്കെ സെറ്റായി. നമുക്ക് കുറച്ച് കരിയാപ്പല ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓഫ് ചെയ്തോ. ഇനി ഇന്ന് എടുക്കുന്നില്ല കേട്ടോ, ഇത് നാളത്തേന് എടുക്കാം. ഒരു ദിവസം ചട്ടിക്കാതൊക്കെ ഇരുന്ന് സെറ്റാവട്ടെ. നമുക്ക് ചിക്കൻ കറി ഉണ്ട്. ഇന്ന് ചിക്കൻ കറി ഉണ്ട്, അതുകൊണ്ട് മീൻകറി നാളെ എടുക്കാം.